സൗദി അറേബ്യയിലെ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസ് സർവകലാശാലയുടെ അക്കാദമിക് വിദഗ്ധ സംഘം നൂറനാട് എത്തുന്നു. പാറ്റൂർ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് അക്കാദമിക് വിദഗ്ധ സംഘം സന്ദർശനം നടത്തുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അക്കാദമിക സഹകരണം, വിദ്യാർത്ഥി കൈമാറ്റ പദ്ധതി, സംയുക്ത ഗവേഷണം, വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനാവസരങ്ങൾ സംബന്ധിച്ച നടപടികൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനായാണ് സന്ദർശനം നടത്തുന്നത്. സൗദി അറേബ്യയിലെ കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസിലെ വിദഗ്ധ സംഘമാണ് ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സന്ദർശനം നടത്തുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നമ്മുടെ കുട്ടികൾക്ക്, കേരളത്തിലെ നമ്മുടെ കുട്ടികൾക്ക്, പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ അസുലഭമാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നാളെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടുത്തെ ഡീൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഔട്ട്റീച്ച് ആക്ടിവിറ്റിയുടെ കോർഡിനേറ്റർ വരുന്നുണ്ട്, പിന്നെ 2 അംബാസിഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരായിരിക്കും നമ്മുടെ കോളേജുമായിട്ട് ഫ്യൂച്ചറിൽ ടൈപ്പ് ഉണ്ടായാൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പം ഇവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി, അല്ലെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നവീകരണ ഊർജം, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ്, സുസ്ഥിര സാങ്കേതിക വിദ്യകൾ, ഈ മേഖലകളിലായിരിക്കും സംയുക്ത ഗവേഷണ സംരംഭങ്ങൾ തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സന്ദർശനം സ്ഥാപനത്തിൻ്റെ അന്താരാഷ്ട്ര അക്കാദമിക് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആഗോള നിലവാരത്തിലുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ IIT-കളിലും NIT-കളിലും ഒക്കെ ഉണ്ട്. അവിടുന്ന് പല അധ്യാപകരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവർക്ക് 2 മാസമൊക്കെ സബാറ്റിക്കൽ ലീവ് തന്നെ, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അവിടെ. AI, നവീകരണ ഊർജം, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, സുസ്ഥിര സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സംയുക്ത പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. സ്ഥാപനത്തിന്റെ അന്താരാഷ്ട്ര അക്കാദമിക് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആഗോള നിലവാരത്തിലുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ K. കൃഷ്ണകുമാർ, ഡോക്ടർ സജി വർഗീസ്, ഡോക്ടർ സെന്തിൽ ശരവണൻ, ഡോക്ടർ സുരേഷ് ബാബു എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.